ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. PSC ഉടൻ നടത്തുന്ന ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിംസ് പരീക്ഷയുടെ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 30 മാർക്കിൻ്റെ ചോദ്യങ്ങളെന്ന് പറയുന്നത് 10 ചാപ്റ്ററുകളിലായിട്ടാണ്. അതിൻ്റെ വിവിധ ചാപ്റ്ററുകൾ പല പല മൊഡ്യൂളുകളായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാനൊരു 5 വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത 1-2 വീഡിയോ കൂടെ ആകുമ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്ന് ഞാൻ കോസ്റ്റിംഗ് എന്ന് പറയുന്ന 9ാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. കോസ്റ്റിംഗ് ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് സിലബസിൽ വളരെ കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ഇല്ലാതെ വളരെ കുറച്ച് പോയിന്റ്സുകൾ അതിനകത്ത് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോയിന്റ്സുകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം. നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് കോസ്റ്റ് എന്ന് പറയുന്നത്? കോസ്റ്റ് സിംപ്ലി മീൻസ് ദ ടോട്ടൽ ഓഫ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുണ്ടായിരിക്കുന്ന മൊത്തം എക്സ്പെൻസുകളെ വിളിക്കുന്ന പേര് കോസ്റ്റ് എന്നാണ്. So cost is the total of expenses incurred for manufacturing a product. അങ്ങനെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻസിനെ കോസ്റ്റ് എന്ന് വിളിക്കും. ആ കോസ്റ്റിനെ നമുക്ക് കണ്ടുപിടിക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ കോസ്റ്റിംഗ് ഈസ് ദ ടെക്നിക്ക് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് സർവീസസ്. ഒരു സേവനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോഴോ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള മൊത്തം കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ടെക്നിക്സിനെ വിളിക്കുന്ന പേര് കോസ്റ്റിംഗ് എന്നാണ്. അങ്ങനെ ഈ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേ അതിനകത്തുണ്ടാകുന്ന എക്സ്പെൻസുകൾ എത്രമാത്രമുണ്ടോ ആ എക്സ്പെൻസുകൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നാണ്. സോ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് ദ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് സർവീസസ്. ഇവിടെ നമ്മൾ ആ എക്സ്പെൻസുകൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ 3 ടേമുകൾ നിങ്ങളോട് പറഞ്ഞു. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻക്ലൂർ ചെയ്യുന്ന എക്സ്പെൻസിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് എന്നും ആ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേര് കോസ്റ്റിംഗ് എന്നും അങ്ങനെ ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നുമാണ്. അപ്പോൾ ഇതാണ് 3 ടേമുകൾ: കോസ്റ്റ്, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് വാട്ട് ആർ ദ ഓബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റിംഗ്. ഈ കോസ്റ്റിംഗിന്റെ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട 6 ഓബ്ജക്റ്റീവ്സ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത്. അതിൽ 1ാമത്തെ കേസ് കോസ്റ്റ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ദ റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് ട്രാൻസാക്ഷൻസ് ഇൻ കോസ്റ്റ് ബുക്സ്. കോസ്റ്റ് ബുക്കുകളിലേക്ക് കോസ്റ്റിന്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ സിസ്റ്റമാണ് കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അത് കോസ്റ്റിംഗിന്റെ ഒരു ഓബ്ജക്റ്റീവാണ്. ഇനി 2ാമത്തെ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് എസ്റ്റിമേഷൻ ആണ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് എത്രയാകുമെന്ന് പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നു. നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് എസ്റ്റിമേഷൻ ആണ്. സോ കോസ്റ്റ് എസ്റ്റിമേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രീ ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ടു ബി മാനുഫാക്ചർഡ്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് എന്തുമാത്രം കോസ്റ്റ് ഇൻവോൾവ് ആകും എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്നാണ്. അതും കോസ്റ്റിംഗിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഇനി 3ാമത്തെ കേസ് കോസ്റ്റ് അസർട്ടൈൻമെന്റ് ആണ്. എന്താ ഈ കോസ്റ്റ് അസർട്ടൈൻമെന്റ് എന്ന് പറയുന്ന? സോ ദ അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്നു. ഒരു പ്രോഡക്റ്റ് എത്രമാത്രം കോസ്റ്റ് ആയി എന്നുള്ളത് നമ്മൾ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അസർട്ടൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് അസർട്ടൈൻമെന്റ് എന്നാണ്. ഇനി 4ാമത്തെ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിംഗ് ദ റിക്വയർഡ് ഡേറ്റ ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻസ്. നമുക്കറിയാൻ പാടില്ല, ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് മാനേജ്മെന്റ് ആണ്. അപ്പോൾ മാനേജ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരുപാട് ഡേറ്റാസ് ആവശ്യമായി വരും. അപ്പോൾ ആ ഡേറ്റ എല്ലാം സപ്ലൈ ചെയ്യുന്നത് ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് കോസ്റ്റ് അക്കൗണ്ടിംഗ് വളരെയേറെ സഹായിക്കുന്നുണ്ട്. സോ ദ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിംഗ് ദ റിക്വയർഡ് ഡേറ്റ ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻ. അപ്പോൾ മാനേജീരിയൽ ഡിസിഷൻ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ സപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അതുകൊണ്ട് അതിന്റെ ഓബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആയി. അപ്പോൾ കോസ്റ്റ് റെക്കോർഡിംഗ് ആയി, കോസ്റ്റ് എസ്റ്റിമേഷൻ ആയി, കോസ്റ്റ് അസർട്ടൈൻമെന്റ് ആയി, ദെൻ ഡിസിഷൻ മേക്കിംഗ് ആയി. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഈ കോസ്റ്റ് കൺട്രോൾ എന്നാണ്. അടുത്ത ഓബ്ജക്റ്റീവ് എന്ന് പറയുന്ന കോസ്റ്റ് കൺട്രോൾ ആണ്. So cost control is the process of controlling cost by eliminating waste.
പ്രോഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കോസ്റ്റ് വളരെ മിനിമം ആയിരിക്കണം. അപ്പോൾ കോസ്റ്റിനെ മിനിമം ആക്കാൻ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. മെറ്റീരിയൽസിന്റെ വില കുറയ്ക്കാൻ പറ്റില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് കൺട്രോൾ. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺട്രോളിംഗ് കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റ്. വേസ്റ്റിനെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് കൺട്രോൾ എന്നാണ്. അതും കോസ്റ്റിംഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് റിഡക്ഷൻ ആണ്. ഇവിടെ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി റിയൽ ആൻഡ് പെർമനന്റ് റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ ഗുഡ്സ് മാനുഫാക്ചേർഡ്. ഇവിടെ എപ്പോഴൊക്കെ ഗുഡ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്താലും ശരി, അപ്പോഴൊക്കെ പെർമനന്റ് ആയിട്ട് കോസ്റ്റിനകത്ത് റിഡക്ഷൻ നടത്താൻ കഴിയുന്ന വിളിക്കുന്ന പേര് കോസ്റ്റ് റിഡക്ഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷൻ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയണം. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു ഇവിടെ ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റ്. പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു റിയൽ ആൻഡ് പെർമനന്റ് റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ഇൻ ദ പെർ യൂണിറ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. ഗുഡ്സ് എപ്പോഴൊക്കെ മാനുഫാക്ചർ ചെയ്യുമോ അപ്പോഴൊക്കെ പെർമനന്റ് ആയിട്ട് റിയൽ ആയിട്ട് അതിന്റെ കോസ്റ്റിനകത്ത് ഒരു റിഡക്ഷൻ വരുത്തുന്നതിന് വിളിക്കുന്ന പേര് കോസ്റ്റ് റിഡക്ഷൻ എന്നാണ്. വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വിളിക്കുന്ന പേര് കോസ്റ്റ് കൺട്രോൾ ആണ്. അങ്ങനെ കോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ 6 എണ്ണമാണ്. കോസ്റ്റ് റെക്കോർഡിംഗ് ഉണ്ട്, കോസ്റ്റ് എസ്റ്റിമേഷൻ, കോസ്റ്റ് അസർടൈൻമെന്റ്, ഡിസിഷൻ മേക്കിംഗ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പൊ ഇതാണ് അതിന്റെ 6 ഓബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഈ കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെന്റർ ആൻഡ് പ്രോഫിറ്റ് സെന്റർ എന്നറിയിക്കുന്നത്. അപ്പൊ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. എന്താണ് കോസ്റ്റ് യൂണിറ്റ്? So cost unit is a unit of product or service or time in relation to which cost may be ascertained for the purpose of cost control and cost reduction. ഈ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ എ സർവീസ്, ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ അസർട്ടൈൻ ചെയ്യണം. വിച്ച് ക്യാൻ ബി അസർട്ടൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ കോസ്റ്റ് റിഡക്ഷനുമായി ബന്ധപ്പെട്ട അതിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന്റെ യൂണിറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അസർട്ടൈൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് യൂണിറ്റ് എന്നാണ്. സോ ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ റിലേഷൻ ടു വിച്ച് ദ കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ്. ഒരു യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് സർവീസ് അല്ലെങ്കിൽ ആ പ്രത്യേക ടൈമിൽ നമ്മൾ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്ത് ആ കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ നടത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് യൂണിറ്റ് എന്നാണ്. സോ ഇതിനെ മറ്റൊരു പേരിട്ട് വിളിക്കും നമ്മൾ കോസ്റ്റ് ബേസ് എന്നും വിളിക്കും. അപ്പൊ കോസ്റ്റ് യൂണിറ്റ് ഈസ് ആൾസോ കാൾഡ് കോസ്റ്റ് ബേസ്. എന്നാൽ എന്താണ് ഈ കോസ്റ്റ് സെന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ കോസ്റ്റ് സെന്റർ ഈസ് ആൻ ഓർഗനൈസേഷൻ സബ് യൂണിറ്റ് ഓർ എ സ്മോളസ്റ്റ് സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റി ഫോർ വിച്ച് കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പൊ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് എ കോസ്റ്റ് സെന്റർ ഈസ് ആൻ ഓർഗനൈസേഷൻ സബ് യൂണിറ്റ് ഓർ സ്മോളസ്റ്റ് സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റി. ഒരു ഓർഗനൈസേഷന്റെ തന്നെ ഒരു സബ് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വലിയ ആക്ടിവിറ്റിയുടെ സ്മോളസ്റ്റ് സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റിയാണ്. അവിടെ വെച്ച് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നു, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, കോസ്റ്റ് റിഡക്ഷൻ നടത്താൻ വേണ്ടിയെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് സെന്റർ എന്നാണ്. അപ്പൊ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനകത്ത് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് കോസ്റ്റ് അത് കോസ്റ്റ് റിഡക്ഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതേസമയം കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ സബ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് സെഗ്മെന്റ് ആണ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, കോസ്റ്റ് റിഡക്ഷൻ നടത്താൻ വേണ്ടി കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയാണ്. അതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് സെന്റർ എന്നാണ്. ഇനി പ്രോഫിറ്റ് സെന്റർ എന്ന് പറഞ്ഞാലോ എ പ്രോഫിറ്റ് സെന്റർ ഈസ് ആൻ ഓർഗനൈസേഷൻ സബ് യൂണിറ്റ്സ് ഓർ സ്മോളസ്റ്റ് സെഗ്മെന്റ് ഓഫ് ആൻ ആക്ടിവിറ്റി ഫോർ വിച്ച് പ്രോഫിറ്റ് ഈസ് ക്ലിയർലി അസർട്ടൈൻഡ്. ഒരു സ്മോളസ്റ്റ് ഓർഗനൈസേഷന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോഫിറ്റിനെ ക്ലിയർ ആയിട്ട് അസർട്ടൈൻ ചെയ്യുന്നു. അങ്ങനെ പ്രോഫിറ്റിനെ ക്ലിയർ ആയിട്ട് അസർട്ടൈൻ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ സബ് യൂണിറ്റിനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേര് പ്രോഫിറ്റ് സെന്റർ എന്നാണ്. അപ്പൊ ഈ 3 ടേമുകൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെന്റർ ആൻഡ് പ്രോഫിറ്റ് സെന്റർ. അതിന്റെ നട്ട്ഷെല്ലിൽ നമ്മൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ആണ്. യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റിന്റെ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്ത് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് കോസ്റ്റ് യൂണിറ്റ്. ഇനി കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ സബ് യൂണിറ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റി ആണ്. അവിടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്തിട്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നു, കോസ്റ്റിനെ റിഡക്ട് ചെയ്യുന്നു എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് സെന്റർ എന്നാണ്. ഇനി പ്രോഫിറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ organization subunit or a small segment of activity where the profit is clearly ascertained. Profit clear ആയിട്ട് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്ന സെഗ്മെന്റിനെ വിളിക്കുന്ന പേര് പ്രോഫിറ്റ് സെന്റർ എന്നാണ്. അപ്പൊ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. എന്താണ് ഈ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്?
ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 4 മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് നമുക്ക് അറിയേണ്ടത്. അതിൽ ഒന്നാമത്തെ കേസ് ജോബ് കോസ്റ്റിംഗ് ആണ്. എന്താണ് ഈ ജോബ് കോസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വെയർ ജോബ്സ് ആർ എക്സിക്യൂട്ടഡ് അഗൻസ്റ്റ് സ്പെസിഫിക് ഓർഡേഴ്സ് ഫോർ ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത് അപ്ലൈ ചെയ്യുന്ന ചില പ്രത്യേക ഇൻഡസ്ട്രീസിലാണ്. അവിടെ ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്പെസിഫിക് ഓർഡറിന്റെ ബേസിലാണ്. അപ്പൊ ഏതൊരു സ്ഥലത്താണോ ഏതൊരു കൺസേണിലാണോ സ്പെസിഫിക് ഓർഡറിന്റെ ബേസിൽ ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഓരോ ജോബിനെയും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അവിടെ അപ്ലൈ ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയും. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വെയർ ജോബ്സ് ആർ എക്സിക്യൂട്ടഡ് അഗൻസ്റ്റ് സ്പെസിഫിക് ഓർഡേഴ്സ്. സ്പെസിഫിക് ഓർഡേഴ്സ് നമുക്ക് കിട്ടുന്നതിന് ആനുപാതികമായിട്ടാണ് ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓരോ ജോബിനെയും ഓരോ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ജോബ് കോസ്റ്റിംഗ് എന്നാണ്. അതൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അപ്പൊ ജോബിന് എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്പെസിഫിക് ഓർഡേഴ്സിന്റെ ബേസിലാണെങ്കിൽ ആ ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് സിസ്റ്റത്തെ ജോബ് കോസ്റ്റിംഗ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി രണ്ടാമത്തെ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാച്ച് കോസ്റ്റിംഗ് ആണ്. So batch costing is a method of costing applied in those industries where articles of similar nature are manufactured in definite batches or lots of large numbers. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഏത് ഇൻഡസ്ട്രീസിലാണോ സിമിലർ നേച്ചറിലുള്ള ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതൊരു ലോട്ടായിട്ടോ അല്ലെങ്കിൽ ബാച്ചായിട്ടോ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ബാച്ച് കോസ്റ്റിംഗ് എന്നാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് in those industries where articles of similar nature are manufactured. ഒരേ സ്വഭാവമുള്ള ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് അത് ഡെഫിനിറ്റ് ബാച്ചുകളായിട്ട് അല്ലെങ്കിൽ ലോട്ടുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ആ ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡിനെ വിളിക്കുന്ന പേര് ബാച്ച് കോസ്റ്റിംഗ് എന്നാണ്. അപ്പൊ ജോബ് കോസ്റ്റിംഗും ബാച്ച് കോസ്റ്റിംഗുകളുടെ വ്യത്യാസം തന്നെ അതാണ്. ജോബ് കോസ്റ്റിംഗിലാണെങ്കിൽ ഓരോ ജോബിനെയും നമ്മളൊരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു, എന്നിട്ട് ഒരു സ്പെസിഫിക് ഓർഡേഴ്സ് അനുസരിച്ച് അവിടെ ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ഇൻഡസ്ട്രീസിലാണോ സിമിലർ നേച്ചറിലുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ബാച്ചായിട്ട് അല്ലെങ്കിൽ ലോട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ബാച്ച് കോസ്റ്റിംഗ് എന്നാണ്. അതാണ് രണ്ടാമത്തെ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കോസ്റ്റിംഗിന് വിളിക്കുന്ന പേര് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നാണ്. എന്താ ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? സോ ദീസ് ആർ ദ കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺസ് വെയർ ദ ലാർജ് സൈസ്ഡ് കോൺട്രാക്ട് വർക്ക് എക്സിക്യൂട്ടിംഗ് ഇറ്റ് എ നമ്പർ ഓഫ് ഇയേഴ്സ് ആർ അണ്ടർടേക്കൺ. ഇവിടെ നമുക്കറിയാം, വലിയ വലിയ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഡാമുകൾ, അതല്ല എങ്കിൽ റോഡിന്റെ കൺസ്ട്രക്ഷനൊക്കെ സാധാരണ 1-2 വർഷം കൊണ്ട് തീരാതെ ലാർജ് അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന കോൺട്രാക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ കോൺട്രാക്റ്റുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഏത് ഓർഗനൈസേഷനാണോ ആ കോൺട്രാക്ട് അണ്ടർടേക്കൺ ചെയ്യുന്നത്, അപ്പൊ അവിടെ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേര് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നാണ്. So contract costing are applied in such concerns where large-sized contract work extending to a large number of years are undertaken. ഒരു കോൺട്രാക്ട് നമ്മൾ എടുക്കുന്നു, അത് ഒരുപാട് വർഷത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പൊ ഒന്നിലധികം വർഷത്തേക്ക് വർക്ക് ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ അപ്ലൈ ചെയ്യുന്ന കൺസേൺസ് ഏതൊക്കെയാണോ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ സിസ്റ്റം ഓഫ് കോസ്റ്റിംഗിനെ വിളിക്കുന്ന പേര് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. അപ്പൊ വലിയൊരു ബിൽഡിംഗ് കെട്ടുന്നു അല്ലെങ്കിൽ വലിയൊരു ഡാം കെട്ടുന്നു, അപ്പൊ അത് 5-6 വർഷം കൊണ്ടേ തീരത്തപ്പോൾ ഓരോ വർഷവും അതിന്റെ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് അതിന്റെ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കണം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കോസ്റ്റിംഗ് സിസ്റ്റമാണ് എന്ന് പറയുന്ന കോൺട്രാക്ട് കോസ്റ്റിംഗ് സിസ്റ്റം. അപ്പൊ അത് മനസ്സിലായി. ജോബ് കോസ്റ്റിംഗ് ആയി, ബാച്ച് കോസ്റ്റിംഗ് ആയി, ദെൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആയി. ഇനി നാലാമത്തെ കോസ്റ്റിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേര് പ്രോസസ് കോസ്റ്റിംഗ് എന്നാണ്. അപ്പൊ എന്താണ് ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? സോ ദീസ് ആർ ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺസ് where the product passes from one process to another till completion. ഒരു പ്രോഡക്റ്റ് കംപ്ലീഷൻ ചെയ്യുന്നതിന് മുമ്പ് ചില പ്രത്യേക പ്രോസസ്സുകളിലൂടെ കടന്നു പോകും. അപ്പൊ ഒന്നിലധികം പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്ന പ്രോഡക്റ്റുകൾ അതിന്റെ കംപ്ലീഷൻ പീരീഡിൽ ആവുന്നതിന് മുമ്പ് തന്നെ ഒന്നിലധികം പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന പ്രോസസ്സുള്ള പ്രോഡക്റ്റുകൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന കൺസേൺ ഏതാണോ ആ കൺസേണിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേര് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിനെ വിളിക്കുന്ന പേര് പ്രോസസ് കോസ്റ്റിംഗ് എന്നാണ്. So these are the costing applied in such concerns where the product passes from one process to another till completion. കംപ്ലീഷന് മുമ്പ്, പൂർണ്ണമാക്കുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് ഒന്നിലധികം പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസേണിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രോസസ് കോസ്റ്റിംഗ്. അപ്പൊ ഈ 4 കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക് ഓർഡറിന് ആനുപാതികമായി ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓരോ ജോബും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയാണെങ്കിൽ അതിനെ ജോബ് കോസ്റ്റിംഗ് എന്ന് വിളിച്ചു.
ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഓഫ് സിമിലർ നേച്ചറാണ്. അതുപോലെ തന്നെ ഡെഫിനറ്റ് ബാച്ചസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് സിസ്റ്റത്തെ ബാച്ച് കോസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഒന്നിലധികം വർഷങ്ങളിലേക്ക് വലിയ വലിയ കോൺട്രാക്റ്റുകൾ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന കൺസേണിൽ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേര് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നാണ്. ഇനി ഒന്നിലധികം പ്രോസസ്സ് വേണ്ടി വരുന്ന പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസേണിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗിനെ വിളിക്കുന്ന പേര് പ്രോസസ് കോസ്റ്റിംഗ് എന്നാണ്. അപ്പൊ ഇതാണ് കോസ്റ്റിംഗിന്റെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് സിലബസ് പ്രകാരം നമുക്കറിയേണ്ടത് എലമെന്റ് ഓഫ് കോസ്റ്റ് ആണ്. അപ്പൊ എന്താണ് ഈ എലമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എലമെന്റ്സുകൾ 3 എലമെന്റ്സുകളാണ്. സോ ദേ ആർ ദ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. അപ്പൊ ഇത് മൂന്നുമില്ലാതെ നമുക്ക് ഒരിക്കലും ഒരു പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനേ കഴിയത്തില്ല. അപ്പൊ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം വേണ്ട 3 എലമെന്റുകൾ, മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, ദെൻ ഓവർഹെഡ് ഉണ്ട്. അപ്പം എന്താണ് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത്? സോ മെറ്റീരിയൽ മീൻസ് ദ ഗുഡ്സ് ഓർ ആർട്ടിക്കിൾസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് എനി പ്രോഡക്റ്റ് ഈസ് നോൺ ആസ് എ മെറ്റീരിയൽ. ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായ ഗുഡ്സ് അല്ലെങ്കിൽ ആവശ്യമായ ആർട്ടിക്കിൾസ്, അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽസിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഡയറക്ട് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്ട് മെറ്റീരിയൽ എന്ന് പറയാം. എന്താണ് ഈ ഡയറക്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത്? So direct material cost is the cost of material which can be clearly traced and identified in the product job cost center or cost unit. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ജോബ് സെന്ററിൽ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെന്ററിൽ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിൽ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മൊത്തം മെറ്റീരിയലിനെ ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡയറക്ട് മെറ്റീരിയൽ എന്നാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു മേശ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മേശ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ മേശയിൽ അതിനകത്ത് മെറ്റീരിയൽ എത്രയാണെന്ന് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എത്ര തടിയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നാണ്. സോ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി ക്ലിയർലി ട്രേസ്ഡ് ഓർ ഐഡന്റിഫൈഡ്. ഒരു പ്രോഡക്റ്റിനകത്തുള്ള മെറ്റീരിയൽ എത്രയാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആ മെറ്റീരിയലിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും. എന്നാൽ മെറ്റീരിയൽ വിച്ച് കനോട്ട് ബി ഐഡന്റിഫൈഡ് ടു എ സ്പെസിഫിക് പ്രോഡക്റ്റ്, ഒരു മെറ്റീരിയലിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇൻഡയറക്ട് മെറ്റീരിയൽ എന്നാണ്. അപ്പൊ മെറ്റീരിയൽ രണ്ടെണ്ണമായി, ഡയറക്ട് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്ട് മെറ്റീരിയൽ. അപ്പോൾ ഒരു പ്രോഡക്റ്റുള്ള മെറ്റീരിയലിനെ ഡയറക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റിയാലത് ഡയറക്ട് മെറ്റീരിയൽ. ഒരു പ്രോഡക്റ്റിനകത്ത് ഉണ്ടായിരിക്കുന്ന മെറ്റീരിയൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇൻഡയറക്ട് മെറ്റീരിയൽ എന്നാണ്. അപ്പൊ ഈ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് നമുക്ക് പല കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ഇല്ലാതെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആസ്പെക്ട്സുകൾ മാത്രം പഠിച്ചാൽ മതിയാവും. അപ്പൊ മെറ്റീരിയൽസ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ മെറ്റീരിയൽ കളക്ട് ചെയ്യും. അപ്പൊ ഈ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇത് കളക്ട് ചെയ്ത് സ്റ്റോറിലാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പൊ ഈ സ്റ്റോറിൽ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് അവിടെ ചാർജ് ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും, അയാളെ വിളിക്കുന്ന പേര് സ്റ്റോർ കീപ്പർ എന്നാണ്. അപ്പൊ സ്റ്റോർ കീപ്പർ തീർച്ചയായും ഒരു കാർഡ് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കും. ആ കാർഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ബിൻ കാർഡ് എന്നാണ്. അപ്പൊ എന്താണ് ഈ ബിൻ കാർഡ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, എ ബിൻ ഈസ് എ പ്ലേസ് വെയർ മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. ബിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ സൂക്ഷിക്കുന്ന ഒരു റാക്ക് അല്ലെങ്കിൽ പ്ലേസിനെ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന ബിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് മേ ബി എ റാക്ക്, എ ഷെൽഫ് ഓർ എ സ്പേസ് വെയർ ദ സ്റ്റോർസ് ആർ കെപ്റ്റ്. ആ മെറ്റീരിയൽസ് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു റാക്ക് അല്ലെങ്കിൽ ഷെൽഫ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിനെ നമ്മൾ വിളിക്കുന്ന പേര് ബിൻ എന്നാണ്. ബിൻ കാർഡ് എന്താണെന്ന് ചോദിച്ചാൽ ബിൻ കാർഡ് ഈസ് എ കാർഡ് അറ്റാച്ച്ഡ് ടു ഈച്ച് ബിൻ ഇൻ ദ സ്റ്റോർ ഷോയിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ് ഓഫ് മെറ്റീരിയൽ. അപ്പൊ ബിൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ദ പ്ലേസ് വെയർ ദ ഗുഡ്സ് ഓഫ് ദ മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. ബിൻ കാർഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ബിന്നിനകത്ത് ഓരോ കാർഡ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കാർഡിനകത്ത് മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ് ആൻഡ് ബാലൻസ് ഓഫ് മെറ്റീരിയൽസ്. ഇപ്പം നമ്മൾ എത്രയാണ് റിസീവ് ചെയ്തത്, എത്രയാണ് ഇഷ്യൂ ചെയ്തത്, അതിന്റെ ബാലൻസ് എത്രയാണ്, അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഓരോ ബിന്നിന്റെ കൂടെയും അറ്റാച്ച് ചെയ്യുന്ന കാർഡിനെ വിളിക്കുന്ന പേര് ബിൻ കാർഡ് എന്നാണ്. ഇത് കീപ്പ് ചെയ്യുന്നത് സ്റ്റോർ കീപ്പറാണ്. എ ബിൻ കാർഡ് ഈസ് കെപ്റ്റ് ബൈ ദ സ്റ്റോർ കീപ്പർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഈ സ്റ്റോർസ് ലെഡ്ജർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സ്റ്റോർസ് ലെഡ്ജർ ഈസ് എ റെക്കോർഡ് മെയിൻറ്റൈൻഡ് ബൈ കോസ്റ്റ് അക്കൌണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഷോയിങ് ദ ക്വാളിറ്റി, പ്രൈസ് ആൻഡ് വോളിയം മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ് ഇൻ സ്റ്റോക്ക്. ഇതൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൌണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്ന കാർഡിൽ എന്ത് കാണും? അതിനകത്ത് മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി കാണും, പ്രൈസ് കാണും, അതുപോലെ വോളിയം ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ് കാണും, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ് ഇൻ സ്റ്റോക്ക് കാണും. പക്ഷെ ഇതിനുള്ള വ്യത്യാസം എന്താ? ബിൻ കാർഡ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്തേക്കുന്നത് സ്റ്റോർ കീപ്പറാണ്. അതേസമയം സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത് കീപ്പ് ചെയ്യുന്നത് ആരാണ്? കോസ്റ്റ് അക്കൌണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റാണ്. മെറ്റീരിയൽസ് നമ്മൾ സൂക്ഷിക്കുന്ന ബിൻ കാർഡ് എന്ന് പറയുന്ന ബിൻ കാർഡിനകത്ത് മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സേ കാണത്തുള്ളൂ. ഇവിടെ നമ്മൾ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിന്റെ പ്രൈസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. അതാ ഞാൻ ഇവിടെ പറഞ്ഞ സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് എ റെക്കോർഡ് മെയിൻറ്റെയിൻഡ് ബൈ കോസ്റ്റ് അക്കൌണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഷോയിങ് ദ ക്വാളിറ്റി, പ്രൈസ് ആൻഡ് വോളിയം ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ് ഇൻ സ്റ്റോക്ക്. മെറ്റീരിയൽ റിസീവ് ചെയ്ത് എത്രയാണ്, മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തത് എത്രയാണ്, അതിന്റെ ബാലൻസ് ഓഫ് സ്റ്റോക്ക് എത്രയാണ്, അതിന്റെ വോളിയം എത്രയാണ്, അതിന്റെ ക്വാളിറ്റി എത്രയാണ്, അതിന്റെ പ്രൈസ് എത്രയാണ്, അത് വ്യക്തമായി റെക്കോർഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിനെ വിളിക്കുന്ന പേര് സ്റ്റോഴ്സ് ലെഡ്ജർ ആണ്. അത് കീപ്പ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൌണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ മെറ്റീരിയൽ നമ്മൾ വാങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങുന്നത് ഓപ്റ്റിമമായിട്ട് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോസ്റ്റിലാണ് വാങ്ങേണ്ടത്. ഒരു മെറ്റീരിയൽ വാങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ എപ്പോഴാണ് വാങ്ങേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യണം നമ്മൾ. So it is the quantity of material to be purchased at a minimum ordering cost or carrying cost is called the economic order quantity. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. പരീക്ഷയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ എന്താണ് ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി പർച്ചേസ്ഡ് ബൈ ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് വിത്ത് ദ മിനിമം ക്യാരിയിങ് കോസ്റ്റ് ഓർ ദ ഓർഡറിംഗ് കോസ്റ്റ്. ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് മിനിമം ആവുന്ന എപ്പോഴാണോ അപ്പോൾ വാങ്ങുന്ന മാക്സിമം ക്വാണ്ടിറ്റി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് ഐഡിയൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഓപ്റ്റിമം ക്വാണ്ടിറ്റി എന്നാണ്. നമ്മൾ എപ്പോഴെങ്കിലും സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് മാക്സിമം വാങ്ങിച്ചു വെക്കത്തില്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഓർഡറിംഗ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് മിനിമം ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള മാക്സിമം മെറ്റീരിയൽസ് വാങ്ങുന്നു. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് ഓപ്റ്റിമം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഐഡിയൽ ക്വാണ്ടിറ്റി എന്നാണ്. അങ്ങനെ വാങ്ങുന്ന മെറ്റീരിയലിന്റെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു √2AO ഡിവൈഡഡ് ബൈ C. എന്താണ് എ എന്ന് പറയുന്നത്? ആവറേജ് കൺസംഷൻ, ഒ എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ്, സി എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ്. അപ്പൊ ഇതിന്റെ ബേസിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബേസിൽ എത്ര യൂണിറ്റ് മെറ്റീരിയൽ ആണ് ഇപ്പം നമ്മൾ വാങ്ങാൻ ലാഭകരം എന്ന് കണ്ടുപിടിക്കുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേര് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നാണ്. ഇതാണ് EOQ എന്ന് പറയുന്നത്. അപ്പൊ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന കറക്റ്റായിട്ട് വാങ്ങുന്ന ഒരു സംഭവമാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഇനി അറിയേണ്ടത് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്രൊഡക്ഷന് വേണ്ടി മാനുഫാക്ചറിംഗ് കൺസേണിൽ നമ്മൾ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായി മെറ്റീരിയൽസിന് ലോസ് സംഭവിക്കാം. സോ ഇൻ എ മാനുഫാക്ചറിംഗ് കൺസേൺ സം മെറ്റീരിയൽ ഈസ് ലോസ്റ്റ് ഇൻ ദ സ്റ്റോർ ഓർ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ നമ്മൾ മാനുഫാക്ചറിംഗ് കൺസേണിൽ നമ്മൾ മെറ്റീരിയൽ സൂക്ഷിക്കുന്ന സ്റ്റോറിലോ അതല്ല എങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലോ മെറ്റീരിയൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന മെറ്റീരിയൽ നഷ്ടപ്പെട്ടു പോയാൽ അത് രണ്ട് തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അത് നോർമൽ ലോസും ഉണ്ടാകാം, അബ്നോർമൽ ലോസും ഉണ്ടാകാം. അപ്പൊ എന്താണ് ഈ നോർമൽ ലോസ് എന്ന് പറയുന്നത്? നോർമൽ ലോസ് മീൻസ് എ പാർട്ട് ഓഫ് ദ മെറ്റീരിയൽ വിച്ച് ഈസ് ലോസ്റ്റ് ഡ്യൂ ടു നാച്ചുറലി. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, യാതൊരു പ്രിക്കോഷനും ഒന്നും ചെയ്യാൻ പറ്റാത്ത നോർമലായി ഒരു ബിസിനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം മെറ്റീരിയൽ ഇവാപ്പറേഷൻ, ശ്രിങ്കേജ്, പിൽഫറേജ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ബാഷ്പീകരണമുണ്ട്, ഇവാപ്പറേഷൻ, ചുരുങ്ങി പോവുക എന്ന് പറയുന്ന സംഭവമുണ്ട്, ചോർച്ച ഉണ്ടാവുക. അപ്പൊ ചില പ്രത്യേക നേച്ചറിന്റെ കാരണങ്ങളാൽ മെറ്റീരിയൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേര് നോർമൽ ലോസ് എന്നാണ്. ഇവിടെ നമുക്ക് ഒരിക്കലും തന്നെ എന്ത് പ്രിക്കോഷൻസ് എടുത്താലും എന്ത് മുൻകരുതൽ എടുത്താലും ശരി തന്നെ ആ മെറ്റീരിയൽ ലോസിനെ തടയാൻ പറ്റിയില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നോർമൽ ലോസ് എന്നാണ്. So, normal loss of material means a part of the material lost due to some natural causes which cannot be controlled if proper precautions are taken. നമ്മൾ എന്ത് തന്നെ പ്രിക്കോഷൻസ് എടുത്താലും നമുക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നോർമൽ ലോസ് എന്നാണ്. അതിന്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന ഇവാപ്പറേഷൻ, ശ്രിങ്കേജ്, പിൽഫറേജ് എക്സെട്ര. എന്നാൽ അബ്നോർമൽ ലോസ് എന്താണെന്ന് ചോദിച്ചാൽ എ പാർട്ട് ഓഫ് ദ മെറ്റീരിയൽ വിച്ച് ഈസ് ലോസ്റ്റ് ഡ്യൂ ടു നെഗ്ലിജൻസ് ഓർ കെയർലെസ്നെസ് എക്സെട്ര. നമ്മൾ മനുഷ്യന്റെ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ കെയർലെസ് കൊണ്ടോ അല്ലെങ്കിൽ നെഗ്ലിജൻസ് കൊണ്ടോ നമ്മളെ മെറ്റീരിയൽ ലോസായി പോകുന്നു. ഇവിടെ നമ്മൾ പ്രോപ്പർ പ്രിക്കോഷൻ എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ മെറ്റീരിയൽ നമുക്ക് നഷ്ടം വന്നു പോകുന്നത്. അങ്ങനെ പ്രോപ്പർ പ്രിക്കോഷൻസ് എടുത്താൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ആ ലോസിനെ വിളിക്കുന്ന പേര് അബ്നോർമൽ ലോസ് എന്നാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കെയർലെസ് ഹാൻഡ്ലിംഗ് വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നെഗ്ലിജൻസ് വന്നിരിക്കട്ടെ, അങ്ങനെയൊക്കെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കിയാൽ ഈ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും.
അങ്ങനെ പ്രോപ്പർ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽസിനെ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ലോസിനെ ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ലോസിനെ വിളിക്കുന്ന പേര് അബ്നോർമൽ ലോസ് എന്നാണ്. അങ്ങനെ മെറ്റീരിയൽ ലോസ് രണ്ടെണ്ണമാണ്, നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ മെറ്റീരിയൽ ലോസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ കേസ് വേസ്റ്റേജ് ആണ്. അപ്പൊ എന്താണ് ഈ വേസ്റ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേസ്റ്റേജ് ഈസ് എ ലോസ് വിച്ച് ഈസ് ഇൻവിസിബിൾ ഓർ വിച്ച് ഡസ് നോട്ട് ഹാവ് എനി സെയിലബിൾ വാല്യൂ. ഇവിടെ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ്സ് നടക്കുന്ന സമയത്ത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് മെറ്റീരിയലിന്റെ ഒരു പാർട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇത് കാണാൻ പറ്റത്തില്ല നമുക്ക്. അതുപോലെ തന്നെ ഇതിന് ഒരു സെയിലബിൾ വാല്യൂ ഇല്ല. നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നോർമലായി നാം വേസ്റ്റായി പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ പ്രിക്കോഷൻ എടുത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രവുമല്ല, ഈ വേസ്റ്റേജ് നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ അതിന് നമുക്ക് ഒരു കാരണവശാലും സെയിലബിൾ വാല്യൂ ഇല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് വേസ്റ്റേജ് എന്നാണ്. So wastage is a loss which is invisible or which does not have any saleable value. അതിനെ വിളിക്കുന്ന പേര് ഇവാപറേഷൻ, സിങ്കേജ്, പിൽഫറേജ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റേജ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള വേസ്റ്റേജ് ആണ്. ഇതിനൊരു സെയിലബിൾ വാല്യൂ ഇല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് വേസ്റ്റേജ് എന്നാണ്. ഇനി രണ്ടാമത്തെ ലോസ് എന്ന് പറയുന്ന സ്ക്രാപ്പാണ്. സ്ക്രാപ്പ് നമുക്കറിയാം അല്ലെ, ആക്രി വില എന്ന് പറയുന്ന സാൽവേജ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. So scrap is an incidental residue of small value which arises from certain type of manufacture. നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അതിനവസാനം ഒരു റെസിഡ്യൽ വാല്യൂ വരും. നമുക്ക് എത്ര തന്നെ കാര്യങ്ങൾ ചെയ്താലും ശരി ഈ സ്ക്രാപ്പ് അവിടെ കാണും. അപ്പൊ അതൊരു ഇൻസിഡന്റൽ റെസിഡ്യൂ ഓഫ് സ്മാൾ വാല്യൂ വിച്ച് അറൈസസ് ഫ്രം സർട്ടൻ ടൈപ്പ് ഓഫ് മാനുഫാക്ചർ. ചില മാനുഫാക്ചറിങ് പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അവസാനം വരുന്ന ചില റെസിഡ്യൽ വാല്യൂ, അവശേഷിക്കുന്ന ചെറിയ വാല്യൂവിനെ വിളിക്കുന്ന പേര് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിഡ്യൽ വാല്യൂ എന്നാണ്. അതിനെ വിളിക്കുന്ന പേര് സാൽവേജ് വാല്യൂ എന്നാണ്. അപ്പൊ അതും നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ചെറിയൊരു വാല്യൂ നമുക്ക് കിട്ടും. അതിനെ വിളിക്കുന്ന പേര് സ്ക്രാപ്പ് എന്നാണ്. അപ്പൊ വേസ്റ്റേജും സ്ക്രാപ്പും എന്ന് പറയുന്നത് മെറ്റീരിയൽ ലോസസ് ആണ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് സ്പോയിലേജ് ആണ്. അപ്പൊ എന്താണ് ഈ സ്പോയിലേജ് എന്ന് പറയുന്നത്? സ്പോയിലേജ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ റാ മെറ്റീരിയൽ വിച്ച് ഹാസ് ബീൻ സ്പോയിൽഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ ദ മാനുഫാക്ചറിംഗ് പ്രോസസ് ബട്ട് വിച്ച് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ഇൻ മാനുഫാക്ചർ ഓർ റാ മെറ്റീരിയൽ ഓർ സോൾഡ് ആസ് സെക്കൻഡ്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽസ് സ്പോയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ചെയ്യുന്നു. അത് മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ നമുക്ക് മെറ്റീരിയൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. പക്ഷേ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാം, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം ഈ മെറ്റീരിയൽ. അത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെക്കൻഡായിട്ട് ഇതിനെ വിൽക്കാം. അപ്പൊ അങ്ങനെ വരുന്നതിനെ വിളിക്കുന്ന പേര് സ്പോയിലേജ് എന്നാണ്. So spoilage is that portion of the raw material which has been spoiled or destroyed in the manufacturing process, but which can be used again in manufacture as raw material or sold as second. ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം മെറ്റീരിയൽ നഷ്ടപ്പെട്ടു പോകുന്നു എങ്കിൽ അത് നഷ്ടപ്പെട്ടാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അതിനെ ഉപയോഗിക്കാം, റോ മെറ്റീരിയലായിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെക്കൻഡായിട്ട് വിൽക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള വേസ്റ്റിനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ലോസിനെ വിളിക്കുന്ന പേര് സ്പോയിലേജ് എന്നാണ്. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ആണ്. അപ്പൊ എന്താ ഡിഫക്റ്റീവ് എന്ന് പറയുന്ന? ദീസ് ആർ ദോസ് യൂണിറ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വിച്ച് ആർ ഇംപെർഫെക്റ്റ് ആൻഡ് നോട്ട് അപ് ടു ദി സ്റ്റാൻഡേർഡ്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചില പ്രോഡക്റ്റുകൾ ഇംപെർഫെക്റ്റ് ആയി പോവും, അതിന് ഫിനിഷിംഗ് കിട്ടത്തില്ല. മാത്രവുമല്ല ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് വരത്തുമില്ല. അങ്ങനെ സ്റ്റാൻഡേർഡിലേക്ക് വന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ വേണമെങ്കിൽ റെക്ടിഫൈ ചെയ്യാം, മറ്റൊരു പ്രോസസ്സിലേക്ക് കടത്തിവിട്ട് റെക്ടിഫൈ ചെയ്തതിന് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിനെ വിളിക്കുന്ന പേര് ഡിഫക്റ്റീവ് എന്നാണ്. അപ്പൊ ഇതാണ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. ഫിനിഷ്ഡ് പ്രോഡക്റ്റിനകത്ത് പെർഫെക്ഷൻ ഇല്ലാതെ വരുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റുകളെ വിളിക്കുന്ന പേര് ഡിഫക്റ്റീവ് എന്നാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് റെക്ടിഫൈ ചെയ്ത് ഇതിനെ പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇതിനെ വിളിക്കുന്ന പേര് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ലോസസ് എന്നാണ്. ഡിഫക്റ്റീവ് അതായത് വേസ്റ്റേജ്, സ്ക്രാപ്പ്, സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ്. അങ്ങനെ 4 തരത്തിലുള്ള മെറ്റീരിയൽ ലോസസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് മെറ്റീരിയൽ, അതുപോലെ തന്നെ ബിൻ കാർഡ്, സ്റ്റോഴ്സ് ലെഡ്ജർ, അതുപോലെ തന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതുപോലെ മെറ്റീരിയൽ ലോസസിലെ നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ്. ഇപ്പൊ ടൈപ്പ് ഓഫ് നോർമൽ ലോസസിനകത്ത് മെറ്റീരിയൽ ലോസസിനകത്ത് വേസ്റ്റേജ്, സ്ക്രാപ്പ്, സ്പോയിലേജ്, ഡിഫക്റ്റീവ് എക്സെട്ര, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്താണ് ലേബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദ ഹ്യൂമൻ എഫർട്ട് വിച്ച് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഹ്യൂമൻ എഫർട്ടിനെ വിളിക്കുന്ന പേര് ലേബർ എന്നാണ്. അപ്പൊ ഈ ലേബർ എന്താണെന്ന് ചോദിക്കുമ്പോഴേ നമുക്കറിയാം ലേബർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റിനെ വിളിക്കുന്ന പേര് ലേബർ എന്നാണ്. ഇവിടെ ലേബറിനെയും നമുക്കറിയാം ഡയറക്ട് ലേബർ എന്നും ഇൻഡയറക്ട് ലേബർ എന്നുമുണ്ട്.
അപ്പോൾ ഡയറക്റ്റ് ലേബർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനകത്ത് ആട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ലേബറാ വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് ലേബർ എന്നും, അങ്ങനെ ആ ലേബറെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇൻഡയറക്റ്റ് ലേബർ എന്നുമാണ്. അപ്പൊ ലേബറിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ ലേബറിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ആ എഫർട്ടിന് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കണം, പേയ്മെന്റ് കൊടുക്കണം. അങ്ങനെ ലേബറിന് കൊടുക്കുന്ന പേയ്മെന്റ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ടൈം റേറ്റ് സിസ്റ്റം എന്നും അതുപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റം എന്നും. അപ്പൊ ലേബറിന് കൊടുക്കുന്ന വേജ് പേയ്മെന്റ് സിസ്റ്റത്തെ രണ്ടായിട്ടാണ് നമ്മൾ പറയുന്നത്, ടൈം റേറ്റ് സിസ്റ്റം ആൻഡ് പീസ് വേജ് സിസ്റ്റം. എന്താണ് ഈ ടൈം റേറ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ, അണ്ടർ ദിസ് സിസ്റ്റം ദ വേജസ് പേയ്മെന്റ് ഓഫ് വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ഓൺ ദ ജോബ്. ഓരോ ജോബിലും എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്തേക്കുന്ന ആ സ്പെൻഡ് ചെയ്ത ടൈമിന്റെ ബേസിലാണ് വേജസിന്റെ പേയ്മെന്റ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ടൈം റേറ്റ് സിസ്റ്റം എന്നാണ്. ഇവിടെ നമുക്ക് വോളിയം ഓഫ് ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യത്തില്ല. അങ്ങനെ വോളിയം ഓഫ് ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യാതെ ലേബർ എത്ര ടൈമാണോ പ്രോഡക്റ്റ് മാനുഫാക്ചറിംഗ് സെന്ററിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ സ്പെൻഡ് ചെയ്ത ടൈമിന്റെ ബേസിലാണ് റേറ്റ് നിശ്ചയിക്കുന്നതെങ്കിൽ, വേജസ് നിശ്ചയിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന സിസ്റ്റമത്തെ വിളിക്കുന്ന പേരാണ് ടൈം റേറ്റ് സിസ്റ്റം. അവിടെ വേജസ് കണ്ടുപിടിക്കുന്ന ടൈം ടേക്കൺ ഇൻ ടു റേറ്റ് ആണ്. ടൈം ടേക്കൺ ഇൻ ടു റേറ്റ് ആണ് അവിടുത്തെ ടൈം റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ എന്താണ് ഈ പീസ് റേറ്റ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സിസ്റ്റമാണ് പീസ് റേറ്റ് സിസ്റ്റം. അപ്പൊ എന്താണ് ഈ പീസ് റേറ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ, വേജസ് ആർ പെയ്ഡ് ഓൺ ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് റിഗാർഡ്ലെസ് ഓഫ് ദ ടൈം ടേക്കൺ ബൈ ദ വർക്കേഴ്സ്. വർക്കേഴ്സ് എടുക്കുന്ന ടൈം നോക്കാതെ തന്നെ അവരെ വോളിയം ഓഫ് ഔട്ട്പുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് വേജസ് നിശ്ചയിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പീസ് റേറ്റ് സിസ്റ്റം എന്നാണ്. അങ്ങനെ വേജ് പേയ്മെന്റ് എന്ന് പറയുന്ന രണ്ട് സിസ്റ്റമാണ്. ലേബറിന് വേജസ് കൊടുക്കുന്ന ടൈം റേറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റമാണ്. ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് സിസ്റ്റം ദ വേജ് പേയ്മെന്റ് ഓഫ് വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് ടൈം സ്പെൻഡ് ഓൺ ജോബ് ഇറസ്പെക്റ്റീവ് ഓഫ് വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ട് നോക്കാതെ തന്നെ ടൈം എത്ര സ്പെൻഡ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വേജസ് നിശ്ചയിക്കുന്നതിന് ടൈം റേറ്റ് സിസ്റ്റം എന്നും, ഇവിടെ ടൈം എത്ര സ്പെൻഡ് ചെയ്തെന്ന് പരിഗണിക്കാതെ എത്ര ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടിന്റെ ബേസിലാണ് വേജ് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പീസ് റേറ്റ് സിസ്റ്റം എന്നാണ്. അപ്പൊ വേജ് സിസ്റ്റത്തിനകത്ത് ടൈം റേറ്റ് സിസ്റ്റം ആണെങ്കിൽ ടൈം ടേക്കൺ ഇൻ ടു റേറ്റ് ആണ് ഫോർമുല. അതേസമയം ഇവിടെ പീസ് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ഇവിടെ എത്രയാണോ ഔട്ട്പുട്ട് ആ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ടു റേറ്റ് ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന കേസ്. അപ്പൊ ഇതാണ് ടൈം റേറ്റ് സിസ്റ്റം ആൻഡ് വേജ് റേറ്റ് സിസ്റ്റം എന്ന് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. വേജ് പേയ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഈ ലേബർ ടേൺ ഓവർ എന്നാണ്. അപ്പൊ ലേബർ ടേൺ ഓവർ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് ലേബർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നതിന് വിളിക്കുന്ന പേരാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. സോ ലേബർ ടേൺ ഓവർ ഈസ് ദ ചേഞ്ച് ഇൻ ദ ലേബർ ഫോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻസ് ലേബർ ഇങ്ങനെ മാറി വരുന്നതിനെ വിളിക്കുന്ന പേര് ലേബർ ടേൺ ഓവർ എന്നാണ്. അങ്ങനെ ലേബർ ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി കിട്ടത്തില്ല. ഇങ്ങനെ എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എക്സ്പെർട്ട് ആയിട്ടുള്ള വർക്കേഴ്സിനെ കിട്ടത്തില്ല, മാത്രമല്ല കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടക്കത്തുമില്ല. അപ്പൊ അത് നമുക്ക് ബിസിനസിന് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ ഒരു ബിസിനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ലേബർ ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ലേബർ ടേൺ ഓവർ എന്നാണ്. ഇനി എന്താണ് ഈ ഐഡിൽ ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയർ പ്രൊവൈഡ് ചെയ്ത ടൈമാണ്, പക്ഷേ ബട്ട് ഗെറ്റ് നോ പ്രൊഡക്ഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് കൺസേണിൽ ലേബർ വർക്ക് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അവർക്ക് വർക്കിംഗ് ടൈം അനുവദിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ പ്രൊഡക്ഷൻ ഒന്നും നടന്നിട്ടില്ല. ഉദാഹരണത്തിന് ഒരു വർക്കർ ഫാക്ടറി ഗേറ്റിൽ എത്തി, അവിടെ എന്ത് ചെയ്തു, അവിടെ അയാളുടെ ടൈം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുതൽ അദ്ദേഹത്തിന് പേയ്മെന്റ് ആയി തുടങ്ങി. പക്ഷേ ഇദ്ദേഹം ഫാക്ടറി ഗേറ്റിൽ നിന്ന് ആ പ്രൊഡക്ഷൻ സെന്ററിൽ എത്തണം. അതുപോലെ തന്നെ അദ്ദേഹം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആ പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയം വരെ ഒരു ചെറിയ ലാഗിങ് ഉണ്ടാവും. അവിടെ യഥാർത്ഥത്തിൽ ലേബറിന് പൈസ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ തീർച്ചയായിട്ടും അവിടെ പ്രൊഡക്ഷൻ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. സോ ഐഡിൽ ടൈം ഈസ് ദ ടൈം വിച്ച് ദ എംപ്ലോയർ പ്രൊവൈഡ് ബട്ട് ഡോണ്ട് ഗെറ്റ് നോ പ്രൊഡക്ഷൻ. എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതിനെ വിളിക്കുന്ന പേര് ഈ പറഞ്ഞിരിക്കുന്ന ഐഡിൽ ടൈം എന്നാണ്. അപ്പൊ ഇതാണ് നമ്മൾ ലേബറുമായി ബന്ധപ്പെട്ട ചില ആസ്പെക്ട്സ് പഠിക്കുന്നത്. അപ്പൊ മെറ്റീരിയലായി, ലേബറായി, ഇനി നമുക്കറിയേണ്ട ഒരു ആസ്പെക്ട്സ് ഓവർഹെഡാണ്. എന്താണ് ഈ ഓവർഹെഡ് എന്ന് പറയുന്നത്? ഓവർഹെഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ആൾ ഇൻഡയറക്ട് എക്സ്പെൻസസ്, ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇൻഡയറക്ട് എക്സ്പെൻസ്, ഇതെല്ലാം കൂടെ ചേരുന്നതിന് ഒരുമിച്ച് വിളിക്കുന്ന പേര് ഓവർഹെഡ് എന്നാണ്. ഇതിന്റെ മറ്റൊരു പേര് ഓൺ കോസ്റ്റ് എന്നാണ്. So overhead is the total of all the indirect expenses. എല്ലാ ഇൻഡയറക്ട് എക്സ്പെൻസുകളെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓവർഹെഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് സെന്ററിലേക്ക് എന്ത് ചെയ്യും, എക്സ്പെൻസിനെ ഓവർഹെഡിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓവർഹെഡിനെ അലോക്കേറ്റ് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ഓവർഹെഡിനെ അപ്പോർഷൻ ചെയ്തു കൊടുക്കാം.
അപ്പൊ എന്താണ് ഈ അലോക്കേഷൻ, എന്താണ് ഈ അപ്പോർഷൻമെന്റ് എന്ന് പറയുന്ന? മൊത്തമുള്ള ഇൻഡയറക്ട് എക്സ്പെൻസിന് ഹോളായിട്ട് ഒരു പ്രോഡക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെന്ററിലേക്കോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ അലോക്കേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് അലോക്കേഷൻ എന്നാണ്. ഒരു മൊത്തം എക്സ്പെൻസ് എത്ര ഇൻഡയറക്ട് എക്സ്പെൻസ് ഉണ്ടോ ആ എക്സ്പെൻസിനെ മൊത്തത്തിൽ അലോട്ട് ചെയ്ത് അല്ലെ ചാർജ് ചെയ്ത് ആ ഹോൾ ഐറ്റം ചാർജ് ചെയ്ത് ഒരു യൂണിറ്റ് ഒരു കോസ്റ്റ് സെന്ററിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അലോക്കേഷൻ എന്നാണ്. സോ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് ഈസ് ദ അലോക്കേഷൻ ഓർ ചാർജിങ് എ ഹോൾ ഐറ്റം ഓഫ് ആൻ എക്സ്പെൻസ് ടു എ കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഒരു കോസ്റ്റ് സെന്റർ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലേക്ക് മൊത്തം ഐറ്റത്തെ ചാർജ് ചെയ്ത് കൊടുക്കുന്ന അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് അലോക്കേഷൻ എന്നും. എന്താണ് ഈ കോസ്റ്റ് അപ്പോർഷൻമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡിവിഷൻ ഓർ പ്രൊപ്പോർഷനേറ്റ് അലോട്ട്മെന്റ് ഓഫ് ഓവർഹെഡ് എക്സ്പെൻസ് ടു ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺ സം അപ്രോപ്രിയേഷൻ ബേസിസ്. ഒരു പ്രത്യേക പ്രൊപ്പോർഷൻ അനുസരിച്ച് പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഈ ഇൻഡയറക്ട് എക്സ്പെൻസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, പല ഡിപ്പാർട്ട്മെന്റ് പ്രൊപ്പോർഷൻ അനുസരിച്ച് അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അപ്പോർഷൻമെന്റ് എന്നാണ്. അപ്പൊ മൊത്തം ഇൻഡയറക്ട് എക്സ്പെൻസിന് ഒരു കോസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ അലോക്കേഷൻ, എന്നാൽ മൊത്തമുള്ള എക്സ്പെൻസിന് ഒരു പ്രത്യേക പ്രപ്പോർഷനിൽ അപ്പോർഷൻ ചെയ്ത് പല പല കോസ്റ്റ് സെന്ററുകളിലേക്ക് അല്ലെങ്കിൽ ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും പരീക്ഷയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് എന്താ സംഭവം എന്ന് പറയുന്നത്, ഇത് അവസാനം നമ്മൾ കോസ്റ്റ് അക്കൌണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കും, അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രോഫിറ്റ് കണ്ടുപിടിക്കും. അപ്പൊ കോസ്റ്റ് അക്കൌണ്ടന്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൌണ്ടന്റോ ഈ മാനുഫാക്ചറിംഗ് സെന്ററിലേക്ക് അല്ലെ കംപ്ലീറ്റ് എക്സ്പെൻസുകളും ഇൻകവും എടുത്ത് അവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ കോസ്റ്റ് അക്കൌണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കോസ്റ്റ് അക്കൌണ്ടന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രോഫിറ്റും അത് ഫിനാൻഷ്യൽ അക്കൌണ്ടന്റ് ചെയ്യുന്ന പ്രോഫിറ്റും ഒരുപോലെ ആയിരിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ കോസ്റ്റ് അക്കൌണ്ടന്റും അതുപോലെ ഫിനാൻഷ്യൽ അക്കൌണ്ടന്റും ഇത് പ്രിപ്പയർ ചെയ്തതിന്റെ പ്രോഫിറ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നാൽ, അതിനകത്ത് എന്തെങ്കിലും ഡിസഗ്രിമെന്റ് വന്നാൽ, ആ ഡിസഗ്രിമെന്റിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അത് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുണ്ട്. അപ്പൊ എന്താണ് ഈ റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, സോ ദീസ് ആർ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ പ്രിപ്പയർഡ് ബൈ the cost accountant or the financial accountant to find out the cause of disagreement between the profit in cost account and financial account. കോസ്റ്റ് അക്കൗണ്ടന്റ് പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് അക്കൗണ്ടിലും ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ് പ്രിപ്പയർ ചെയ്ത ഫൈനാൻഷ്യൽ അക്കൗണ്ടിലും ആ പ്രോഫിറ്റ് ഡിസഗ്രി ചെയ്യുകയാണ്, ഒരേപോലെ പ്രോഫിറ്റ് അല്ല വരുന്നതെങ്കിൽ അവിടെ ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്താണ് അതിന്റെ കാരണങ്ങളെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഈ റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്യൂവർലി ചില ഫിനാൻഷ്യൽ ഐറ്റംസ് ഉണ്ട്, പ്യൂവർലി ചില കോസ്റ്റിംഗ് ഐറ്റം ഉണ്ട്. ചിലപ്പോൾ നമുക്ക് എന്താ എക്സ്പെൻസ് അണ്ടർ അബ്സോർഷൻ ചെയ്യാം, ഓവർ അബ്സോർഷൻ ചെയ്യാം, കൂടുതൽ എടുക്കാം, കുറവെടുക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഒരു ഐറ്റം എടുത്തു, കോസ്റ്റ് അക്കൗണ്ടിൽ ഒരു ഐറ്റം എടുത്തില്ല. ചിലപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് കുറച്ചേ എടുത്തുള്ളൂ, കോസ്റ്റ് അക്കൗണ്ടിൽ കൂടുതലാണ് എടുത്തേക്കുന്നത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രോഫിറ്റും അതുപോലുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പ്രോഫിറ്റും വ്യത്യാസം വരാം. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വ്യത്യാസത്തിന്റെ കാരണം അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് സിലബസിൽ ഒതുങ്ങിയെന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഈ ക്ലാസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 മാർക്കിനുള്ള ചോദ്യത്തിന് ഇത്രയും സിലബസ് മതിയാകും. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, ഇത് മനസ്സിലാക്കണം. ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ്.